എന്ന് പറയാം വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിന്റെ ഇടയിൽ ഞാൻ ഒരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. രക്ഷിതാക്കൾ ഈ വീഡിയോ കാണാതെ പോകരുത്. നമ്മൾ കോഴിക്കോട് പേരാമ്പ്രയിൽ ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഒരു 3 യുവതികളും 2 ചെറുക്കന്മാരും. ഇത് ഞാനിവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഈ 3 പെൺകുട്ടികളും 2 യുവാക്കളും കാറിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നു ബോധ്യപ്പെട്ടപ്പോൾ നാട്ടുകാർ ഇവരെ തടഞ്ഞ് ചോദ്യം ചെയ്തു. ആ നാട്ടുകാരെ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഈ വന്ന പോലീസിനെ ആക്രമിച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എവിടെ നോക്കിയാലും ഈ ലഹരിയാണല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല. ഇവരെന്തും എങ്ങനെയും ചെയ്യാമെന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയപ്പോൾ ഈ ലഹരി മാഫിയക്കാർക്കെതിരെ നടപടി എടുക്കാൻ തുടങ്ങി. 73 കോടി രൂപയുടെ ഈ ലഹരി പിടികൂടിയിട്ടുണ്ട്. ഒരു 5000-ഓളം ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ കോഴിക്കോട് പേരാമ്പ്രയിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള നല്ലപോലെ നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളാണ് ഈ പിടിയിലായിട്ടുള്ളത്. ഒരു പോലീസ് പിടിച്ചു, പോലീസിനെ ആക്രമിച്ചു, നാട്ടുകാരെ ആക്രമിച്ചു. ആൾക്കാർ ചോദിക്കണം, ആരാണ് എൻ്റെ ഭാര്യയാണ്, എന്താണ് നിങ്ങൾക്ക് അവിടെ പരിപാടി, എന്തും ചെയ്യാമെന്നൊരു ധാരണ. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാം. ലഹരിയുടെ കോട്ടയാണ്, ലഹരിയുടെ കോട്ട. നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികൾ ഞങ്ങൾക്ക് ഫ്രീഡാണ്, ഞങ്ങൾ അവിടെ പോവാണ്, ഞങ്ങൾ ഇവിടെ പോവാണ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. മക്കൾ പോണത് ആരെ കൂടെയാണ്, എങ്ങോട്ടാണ്? ഹോസ്റ്റലിൽ പോയാലും പഠിക്കുന്നിടത്ത് പോയാലും മുഴുവൻ ആളുകൾക്കും ഇതേ വേണ്ടുള്ളൂ. ലഹരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചിത്രം എന്താ? അത് സിന്തറ്റിക് ലഹരി. ഇത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡുള്ള വലിയൊരു ഇൻഫ്ലുവൻസർ പോലീസ് പിടിച്ചു അവരെ ന്യായീകരിക്കാൻ. അവരെ ന്യായീകരിക്കുന്നത് ഞാൻ വെറും ഒരു ബിയറല്ലേ കുടിച്ചിട്ടുള്ളൂ, പിന്നെ പ്രശ്നം മുഴുവനും മാധ്യമങ്ങൾക്കാണ്. MDMA, ലഹരി ഇതൊക്കെ ഒരേ ജനസിൽപ്പെട്ട സാധനമാണ്. എന്നിട്ട് ഈ പെണ്ണിനെ ന്യായീകരിച്ച് കണ്ടോക്ക്. ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ന്യൂസ് ചാനലിലും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒളിവിലാണ്, എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഈ വാഹനം പോലീസ് കസ്റ്റഡിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞു എന്റെ വാഹനത്തിൽ നിന്ന് MDMA കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് പോലീസ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ ഉള്ളത്. അതിന് തന്നെ പറയാം വെരി 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 സോറി. എന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് ആണത്. കാരണം ഒരു പരിപാടിന്റെ ഇടയിൽ ഞാൻ ഒരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. അടിച്ച സമയത്ത് വണ്ടി എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. ഐ എം വെരി 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 സോറി ടു മൈ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട്. അതെന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണ്. അപ്പം ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി
അത് കഴിഞ്ഞ് ഇത് കോടതിയിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ അപകടവശങ്ങളും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരുന്നെങ്കിൽ, ശരിയാണ്, ഞാനും കൂടി അത് ചിന്തിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾ ഖേദിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിലോ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് കാര്യങ്ങളുടെ സീരിയസ്നെസ്, ഈ പറയുന്ന പോലെ മദ്യപിച്ചതിന് ഒരു കുപ്പി, ഒരു പെഗ് എന്നല്ല, ഞാൻ അരയാണെങ്കിലും 12 ആണെങ്കിലും സ്റ്റിയറിംഗ് തൊടാനേ പാടില്ല എന്നുള്ളതും അതിന്റെ കുറെ കാരണങ്ങളും പറഞ്ഞു തന്നിട്ട് ഇത് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് പോലീസുകാർ പോവുകയാണ് ഉണ്ടായത്. എന്റെ വണ്ടി എന്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, ഞാനും അവിടെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും, കാരണം ഇപ്പം ഈ ഓപ്പറേഷൻ തൂഫാനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് എന്നെ സംശയിക്കുന്നതിലോ അല്ലെങ്കിൽ എന്റെ വണ്ടിയിൽ സാധനം ഉണ്ടാവുമെന്ന് സംശയിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാം, കാരണം ഞാൻ 101% ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ ബിയർ അടിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ടല്ല, കാരണം ഞാൻ ഇവിടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാം എന്റേത്. പിന്നെ അന്ന് ഞാൻ ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസമായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അത് ന്യൂസും കാര്യങ്ങളും വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ വണ്ടി പിടിച്ചോണ്ട് പോയിട്ടില്ല. നോർമലി ഒരു കോമൺ വ്യക്തികൾക്ക് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിൽ പെറ്റി എങ്ങനെയാണോ വരുന്നത്, ആ പെറ്റിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് ഞാൻ വളരെ കൃത്യമായി കോടതിയിൽ പോയി അടക്കുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും മദ്യം ഇതുവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെയും ഞാൻ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ല. പിന്നെ കുറച്ചുപേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്റെ അടുത്തല്ല, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മദ്യമല്ല പാട്ട ഉപയോഗിച്ചത് മദ്യമല്ല, ലഹരി, മയക്കുമരുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കാസർഗോഡ് തന്നെ, ഇപ്പം കറന്റ്ലി കാസർഗോഡ് തന്നെ, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ, കാസർഗോഡ് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആസ്റ്റർ മിംസിൽ ഞാൻ പോയിട്ട്, എന്റെ നമ്പർ ഒന്നും എഴുതിട്ടോ, ഞാൻ വെക്കാം ഇവിടെ, ആസ്റ്റർ മിംസിൽ പോയിട്ട് ഈ പറയുന്ന പോലെ ഈ 3550 രൂപ 50 പൈസ കൊടുത്തിട്ട് ഞാൻ എന്റെ ഡ്രഗ് പ്ലസ് ആൽക്കഹോളും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്ന പോലെ, നിങ്ങൾ കാണുന്ന പോലെ അയ്യപ്പ ബൈജു ഒന്നും അല്ല ഞാൻ. പിന്നെ അപ്പൊ അത് എനിക്ക് ബാക്കി എന്റെ നെഗറ്റീവ് പറയുന്നത് നിങ്ങളോടല്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് മെസ്സേജ് വന്നതിന് കണക്കില്ല, എനിക്ക് കോൾ വന്നതിന് കണക്കില്ല. അങ്ങനെ ചെയ്യില്ല. ഈ പറയുന്നത് പോലെ നിങ്ങളെ കാറ് പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമുണ്ട നിന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗുഡ് ജോബ്, വെരി 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 ഗുഡ്. നിങ്ങള് പിന്നെ ഈ പറയുന്നത് പോലെ നോർമൽ, ഞാൻ ഡിവൈഎസ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ നോർമൽ, ഞാനൊരു സ്ത്രീയാണ് എന്ന് വിചാരിക്കാം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് വിചാരിക്കാം, എന്നെ ആർക്കും അറിയില്ല. ഈ പറയുന്നത് പോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഊതി പെറ്റി അടച്ചു, നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചു. നിങ്ങളത് കോടതി പോയി അടക്കുക, അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ന്യൂസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ബിക്കോസ് നിങ്ങളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യൂസ് വരും. ഈ പറഞ്ഞതുപോലെ അത് വിഷയമുള്ള കാര്യവുമല്ല കേട്ടോ, ഞാനത് നിഷേധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക്, ഒരു വിഭാഗം ആളുകൾക്ക് മദ്യപിച്ചാ പ്രശ്നമല്ല, ബിയർ അടിച്ചാ പ്രശ്നമല്ല എന്ന് കരുതുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പെൺകുട്ടികളും നമ്മുടെയൊക്കെ വീട്ടമ്മമാരൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഇൻഫ്ലുവൻസറുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിപ്പോ ഇവര് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ടാൽ ഇവർ നന്നാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? അപ്പം അതുകൊണ്ട് നമ്മൾ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നല്ലൊരു ശ്രദ്ധ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഇതുണ്ടാവും. ഇനി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഈ മുസ്ലിം സമൂഹത്തിലുള്ള വനിതകൾ പൊതുവെ ഈ ലഹരി കേസിൽ അങ്ങനെ പിടിയിലാകുമായിരുന്നില്ല ഒരു കാലത്ത്, ഈ ഒരു അടുത്ത കാലം വരെ. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഏറ്റവും അധികം ലഹരി കേസിൽ പിടിയിലാകരുത് മുസ്ലിം വനിതകളാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ ഏതെങ്കിലും തരത്തിൽ വർഗീയത പറഞ്ഞു എന്ന് ആക്ഷേപിച്ചത്, ഇതൊരു ആത്മവിചിന്തനാണ്. ഈ അടുത്ത് ഖദീജ എന്ന് പേരുള്ള ഒരാളെ മുക്കം പോലീസ് പിടികൂടി. മുക്കം പോലീസ് ഇവരെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ 2.5 കിലോ MDMA ആയിട്ട് കുറച്ച് മുമ്പ് ഹനീഫ എന്ന് പേരുള്ള ഒരാളിനെയും ഹസീന എന്ന് പേരുള്ള ഒരു യുവതിനും പിടികൂടിയിരുന്നു. അപ്പോൾ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന, ഇവരുടെ ഈ ഒരു ലഹരി കേസിൻ്റെ പണമിടപാട് നടത്തുന്നത് ഈ ഒരു ഖദീജ വഴിയാണ്, അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. അത് അവർ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ അറിയാതെ കൊടുത്തതാണോ അല്ലാഹു ആലം. എന്തായാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഒരാൾക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്, വാടകയ്ക്ക് കൊടുക്കരുത്. അപ്പോൾ ഇവർ ഈ ഹനീഫ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി.
എന്നിട്ട് അവനെ സഹായിച്ചതടക്കമാരാണ് ഈ ഖദീജയാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാനാ സാധ്യത. ഈ ഖദീജനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മുസ്ലിം സ്ത്രീകളൊന്നും ഇത്തരം കേസിൽ ഒരു കാലത്തും പെടുവായിരുന്നില്ല. പക്ഷേ അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. മഹൽ അടിസ്ഥാനത്തിൽ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ തുടങ്ങാം. മലബാറിൽ ശിക്ഷ ഇറങ്ങുന്നത് ഫുട്ബോൾ കളിക്കായിരിക്കില്ല, ഇതുപോലത്തെ തെമ്മാടിത്തരത്തിനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് വളരെ വലുതാണ്. നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യരുത്, അപകടത്തിൽ ചാടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കരുത്. അവരെവിടെ പഠിക്കുന്നത്, ആരുമായിട്ടാണ് സൗഹൃദം, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം നല്ലതാണ്. അല്ലെങ്കിൽ നാളെ ഒരു പത്രവാർത്തയായിട്ട് മാറും. കൂട്ടത്തിലെ ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അദ്ദേഹം ഉമ്മാനെ വളരെ സ്നേഹിച്ചിരുന്ന, കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉമ്മാക്ക് സുഖമില്ലാതെ മുമ്പ് ഒരു ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് ഒരുപാട് പ്രഭാഷണ കലയിലെ അഗ്രഗണ്യനാണ്. ഒരു ഗ്രൂപ്പൊന്നും ഇല്ലാതെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു പ്രമുഖ വ്യക്തി ആരാണെന്നുള്ളതാണ്. ഇന്നലെ നിങ്ങളെ ആൻസർ ചെയ്ത് കറക്റ്റാണ്, അലിയാർ ഖാസിമി. അടിപൊളി ആൻസറാണ്, എല്ലാവരും കറക്റ്റ് ആൻസർ എഴുതി. അപ്പോൾ നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു ഫോട്ടോയിലുള്ള പ്രമുഖ വ്യക്തി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.